തിരികെ വാർത്തകളിലേക്ക്. നീറ്റ് പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് ലഭിച്ച 1563 പേരുടെ സ്കോർ കാർഡുകൾ റദ്ദാക്കുമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. ഇവർക്ക് വീണ്ടും പരീക്ഷ എഴുതാൻ അവസരം നൽകും. അതേസമയം നീറ്റ് കൌൺസിലിംഗ് തടയില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കുകയാണ്. പി ബസന്ത് വിവരങ്ങൾ നൽകും. ബസന്ത്, എപ്പോഴേക്കും പുനഃപരിശോധന നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തുന്നത്? തുടർന്നുള്ള നടപടിക്രമങ്ങളും എങ്ങനെയായിരിക്കും? അങ്ങനെയെങ്കിൽ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ സംബന്ധിച്ച ഹർജി പരിഗണിക്കവെയാണ് കേന്ദ്ര സർക്കാർ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് വേണ്ടി ഇക്കാര്യം കോടതിയെ അറിയിച്ചത്. അതായത് ഗ്രേസ് മാർക്ക് കിട്ടിയ 1563 പേരുടെ സ്കോർ കാർഡുകൾ റദ്ദാക്കും എന്നുള്ള തീരുമാനം സുപ്രീം കോടതിയെ കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇവർക്ക് ഈ വരുന്ന 23-ന് വീണ്ടും പരീക്ഷ എഴുതാൻ അവസരം നൽകും. 30-ാം തീയതി ഫലപ്രഖ്യാപനം ഉണ്ടാകും. പരീക്ഷ നിങ്ങൾ എഴുതുന്നില്ല എന്നുണ്ടെങ്കിൽ അതില്ലാത്ത മാർക്ക് പ്രസിദ്ധീകരിക്കും എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതേസമയം കൗൺസിലിംഗ് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്, അല്ലെങ്കിൽ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട പരാതികളിൽ NTA-ക്കും കേന്ദ്ര സർക്കാരിനും സുപ്രീം കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഹരിയാനയിലെ 6 കേന്ദ്രങ്ങളിൽ പരീക്ഷ എഴുതിയവർക്കാണ് ഇപ്പോൾ ഈ ഗ്രേസ് മാർക്ക് നൽകുകയും അത് വിവാദത്തിലാവുകയും ചെയ്തിട്ടുള്ളത്. ഏകദേശം 44 പേർക്ക് 720 മാർക്കും ലഭിച്ച 100% മാർക്ക് ലഭിച്ച സാഹചര്യം കൂടി വന്നപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേടുകൾ നടന്നു എന്നുള്ളൊരു പരാതി പുറത്തു വന്നത്. തുടർന്നാണ് സുപ്രീം കോടതി ഹർജി പരിഗണിച്ചത്. കഴിഞ്ഞ ആഴ്ച സുപ്രീം കോടതി പരിഗണിച്ചപ്പോൾ പരീക്ഷയുടെ പവിത്രത നഷ്ടപ്പെട്ടു എന്നുള്ള നിരീക്ഷണം കോടതി നടത്തുകയും ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇന്ന് വീണ്ടും കേസ് പരിഗണിച്ചത്. ശരി. രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ പ്രവേശന പരീക്ഷകളിലൊന്നായ നീറ്റ് പരീക്ഷയുടെ പവിത്രത ഇല്ലാതാക്കാൻ അനുവദിക്കില്ലെന്നുള്ള കാര്യം നേരത്തെ കോടതി വ്യക്തമാക്കിയിരുന്നാൽ നീറ്റാക്കാനുള്ള നടപടിക്രമങ്ങൾ നടക്കുകയാണ്. ഈ ഗ്രേസ് മാർക്ക് ലഭിച്ച ആളുകൾക്ക് പുനഃപരീക്ഷ നടപ്പാക്കും എന്നുള്ള കാര്യം സുപ്രീം കോടതി ഇപ്പോൾ ഹർജി പരിഗണിക്കുമ്പോൾ വ്യക്തമാക്കുന്നു. പി ബസന്ത് വിവരങ്ങൾ നൽകി.